എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ 10ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നമ്മൾ കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മളതാണ് പറയാൻ പോകുന്നത്. പ്രധാനമായും നമ്മൾ പറഞ്ഞത് കർണാടക സംഗീതം, അതിൻ്റെ അടിസ്ഥാന സ്വരങ്ങൾ 7 എണ്ണം, സപ്തസ്വരങ്ങൾ സ രി ഗ മ പ ധ നി. കർണാടക സംഗീതത്തിൻ്റെ പിതാവ് പുരന്ദരദാസർ. നമ്മൾ കർണാടക സംഗീതത്തിൽ ആദ്യമായിട്ട് അതിൻ്റെ അടിസ്ഥാന രാഗം മായാമാളവ ഗൗളരാഗം, അടിസ്ഥാന താളം ആദിതാളം, 8 ബീറ്റാണ്. അടി അടി, ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, അടി വീച്ച്, അടി വീച്ച്. പിന്നെ സപ്തസ്വരങ്ങൾ നമ്മൾ താളമടിച്ച് 4 കാലങ്ങൾ, 4 സ്പീഡുകൾ പാടുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മളത് പാടി. 1-ാം കാലം ഒരടിക്ക് 1 സ്വരം, 2-ാം കാലം ഒരടിക്ക് 2 സ്വരം, 3-ാം കാലം ഒരടിക്ക് 4 സ്വരം, 4-ാം കാലം ഒരടിക്ക് 8 സ്വരം. ഈ 4 കാലങ്ങൾ നമ്മൾ പാടുന്നതിൽ മാത്രമാണ് സ്പീഡ് കൂട്ടുക. താളം എപ്പോഴും ഒരേപോലെ ഒരേ വേഗതയിൽ കോൺസ്റ്റൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കണം. അതൊക്കെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്താണ്. പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം നമ്മൾ പറയുകയാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് എല്ലാം നിങ്ങളൊന്ന് കാണണം. ആദ്യമായിട്ട് ഈ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നെങ്കിൽ, നമ്മളിതിനു മുമ്പ് 8-9 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആദ്യം മുതലുള്ള ബേസിക്കായുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ പാടിയിട്ടുള്ള വീഡിയോസ് ഇതിൻ്റെ പുറകിലുണ്ട്. അതെല്ലാവരും ഇതാദ്യമായിട്ട് കാണുന്നവർ അതിവിടെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുകയും പഠിക്കുകയും ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് സരളി വരിശകൾ. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മളോട് പറഞ്ഞതും പാടിയതും സപ്തസ്വരങ്ങൾ 4 കാലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതായി പാടുന്ന ലെസൺ എന്ന് പറയുന്നത് സരളി വരിശകൾ, സ്വരാവലികൾ അല്ലെങ്കിൽ സരളി വരിശകൾ എന്നാണ്. അത് നമ്മൾ 6 എണ്ണം പാടി. 2-ാം കാലത്തിലാണ് എല്ലാം പാടിയിരിക്കുന്നത്. 3ഉം 4ഉം കാലങ്ങൾ നമ്മൾ പാടിയിട്ടില്ല. താളമടിച്ച് 2-ാം കാലത്തിൽ 1 തൊട്ട് 6 വരെ എങ്ങനെ പാടാം എന്ന് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ട് അത് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ നമ്മൾ ഇന്ന് പറയുന്നത് 7, 8, 9, 10 ആ 4 സരളി വരിശകളിലെ അടുത്ത 4 എണ്ണമാണ് നമ്മളിന്ന് പാടുകയും പറയുകയും ചെയ്യുന്നത്. അപ്പോൾ 6 എണ്ണം വരെ നിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പാടുന്നത് 7, 8, 9, 10. അതിൽ 7ാമത്തേതെന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ സരിഗമ പദ നീ 6 എണ്ണം വരെ പാടിയത് ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും ആയിരുന്നു. അതിനകത്ത് അങ്ങനെ വ്യത്യാസമൊന്നും ഡൈവേർഷനൊന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മളിനി 7 മുതൽ പാടുന്നത് ഈ സ്വരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വരുന്ന രീതിയിലാണ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡിസോർഡറായിട്ടാണ് വരിക. അപ്പോൾ അത് കുറച്ച് പാടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ആരോഹണ ക്രമത്തിൻ്റെയും അവരോഹണ ക്രമത്തിൻ്റെയും ആ ഒരു കൃത്യമായുള്ള ആ ഒരു സ്വരസ്ഥാനങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ടെങ്കിലേ ഇത് കുറച്ച് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ 6 എണ്ണം നല്ല വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം 7ഉം 8ഉം 9ഉം 10ഉം നിങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് 7ാമത്തെ സരളി വരിശകൾ 7 എഴുതേണ്ടവർ എഴുതിക്കോണം. സ രി ഗ മ പ മ ഗ രി. അപ്പോൾ ആ ലൈൻ കഴിഞ്ഞു. 8 സ്വരമായി. അടുത്തത് സ രി ഗ മ പ ധ നി സ. അടുത്തത് അതിൻ്റെ ഡിസെൻഡിങ് അവരോഹണ ക്രമമാണ്. സ നി ധ പ മ പ ധ നി സ നി ധ പ മ ഗ രി സ. അതാണ് 7ാമത്തത്. അത് നമുക്കൊന്ന് പാടി നോക്കാം. സ രി ഗ മ പ മ ഗ രി. സരിഗമ നമ്മൾ മുകളിലേക്ക് പാടി. പമഗരി അവരോഹണ ക്രമമാണ്. പമഗരി. ഒന്നുകൂടെ പാടാം. സരി ഗ മ പമഗരി സരി
ഗ മ പ ധ നി സ. ഇനി അതിൻ്റെ അവരോഹണ ക്രമം സ നി ധ പ മ പ ധ നി. സനിധപ്പ അവരോഹണ ക്രമവും മപ്പധനി ആരോഹണ ക്രമമാണ്. സനിധപ്പ താഴേക്ക്, മപ്പധനി മുകളിലേക്ക്. സ നി ധ പ മ പ ധ നി. സ നി ധ പ മ ഗ രി സ. ഒന്നുകൂടെ പാടാം. സ രി ഗ മ പ മ ഗ രി. സ രി ഗ മ പ ധ നി സ. സ നി ധ പ മ പ ധ നി. സ നി ധ പ മ ഗ രി സ. അതാണ് ഏഴാമത്തത്. അത് താളമടിച്ച് പാടുന്നത് രണ്ടാം കാലത്തിലാണ്. ഒരടിക്ക് 2 സ്വരം വീതം. സ രി ഗ മ പ മ ഗ രി. സ രി ഗ മ പ ധ നി സ. സ നി ധ പ മ പ ധ നി. സ നി ധ പ മ ഗ രി സ. സ രി ഗ മ പ മ ഗ രി. സ രി ഗ മ പ ധ നി സ. സ നി ധ പ മ പ ധ നി. സ നി ധ പ മ ഗ രി സ. അതാണ് ഏഴാമത്തത്. അടുത്തത് എട്ടാമത്തത് സ രി ഗ മ പ മ ധ പ. 8 സ്വരമായി. പിന്നെ സ രി ഗ മ പ ധ നി സ. അവരോഹണം സ നി ധ പ മ പ ഗ മ. സ നി ധ പ മ ഗ രി സ. അതാണ് എട്ടാമത്തത്. അപ്പം നമ്മളത് പാടുന്നൊന്ന് നോക്കാം എങ്ങനെയാന്ന്. സ രി ഗ മ പ മ ധ പ പ മ ധ പ. അങ്ങനെയാണ്. പ മ ധ പ. ഇങ്ങനെ വളഞ്ഞ് താഴേക്ക് വരും. പിന്നെ സ രി ഗ മ പ ധ നി സ. അവരോഹണം സ നി ധ പ മ പ ഗ മ മ പ ഗ മ. പമദാപ മുകളിലേക്ക് ഇങ്ങനെ പ മ ദ പ എന്ന് വളഞ്ഞാണ് വരിക. മപ്പ കമ്മ താഴേക്ക് ഇങ്ങനെ വളഞ്ഞിട്ടാണ് വരിക. മ പ ഗ മ. അതാണ് എട്ടാമത്തത്. അതൊന്ന് പാടാം. സ രി ഗ മ പ മ ധ പ. സ
ഗ മ പ ധ നി സ സ നി ധ പ മ പ ഗ മ സ നി ധ പ മ ഗ രി സ. താളം പിടിച്ച് നോക്കാം. സ രി ഗ മ പ മ ധ പ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ പ ഗ മ സ നി ധ പ മ ഗ രി സ. സ രി ഗ മ പ മ ധ പ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ പ ഗ മ സ നി ധ പ മ ഗ രി സ. അതാണ് എട്ടാമത്തത്. ഇതെല്ലാം നിങ്ങൾ എഴുതി വെച്ച് സാറ് പറയുന്നുണ്ടല്ലോ, അത് കേട്ട് എഴുതി വെച്ചിട്ട് പാടണം. അല്ലെങ്കിൽ അപ്പോഴേ കൃത്യമായ ഓർഡർ കിട്ടുള്ളൂ. പിന്നെ പാടുന്ന ആ മെത്തേഡുകൾ എങ്ങനെയൊക്കെയാണ് വളച്ചൊക്കെ പാടേണ്ടത്, മുകളിലേക്കും താഴേക്കും ഉള്ളതൊക്കെ അത് നല്ലപോലെ വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് പാടണം. അപ്പോഴേ ആ സ്വരസ്ഥാനങ്ങൾ കൃത്യമാവുള്ളൂ. നമ്മളറിയാതെ ഏതെങ്കിലുമൊക്കെ നമ്മൾ മാറ്റി പാടിയാൽ അത് രാഗം മാറി വേറെ രാഗമായി മാറും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇതെല്ലാം പാടാൻ. അടുത്തത് ഒമ്പതാമത്തതാണ് സരിഗമ റിഗമപ. സരിഗമ റിഗമപ സരിഗമ പധനിസ അവരോഹണം സനിദപ നിദപമ സനിദപ മഗരിസ. ഓരോ ലൈനിലും 8 സ്വരമായിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ആദ്യം 2 ചെറിയ വര, 4 സ്വരം കഴിഞ്ഞാൽ 1 വര, പിന്നെ 4 സ്വരം കൂടെ കഴിഞ്ഞാൽ 2 വര. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണെന്നുകൂടെ പറയാം. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ എഴുതി വെച്ചോളൂ, റഫായി ഒന്ന് എഴുതി വെച്ചോളൂ. എന്നിട്ട് നമുക്കത് ഇതൊന്ന് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടതെന്ന് പറയാം. അപ്പം സരിഗമ റിഗമപ, സരിഗമ മുകളിലേക്ക്, പിന്നെ റിയിലേക്ക് വന്നിട്ട് വീണ്ടും റിഗമപ മുകളിലേക്ക്, പിന്നെ സരിഗമ പദനിസ, പിന്നെ അവരോഹണം സനിദപ താഴേക്ക്, പിന്നെ നീ നിദപമ നീയിലേക്ക് പോയിട്ട് നീന്ന് വീണ്ടും താഴേക്ക് സനിദപ നിദപമ സനിദപമ ഗരിസ. ഒന്ന് പാടാം. സരി ഗ മ രി ഗ മ പ സരി ഗ മ പ ധ നി സ സ നി ധ പ നി ധ പ മ സ നി ധ പ മ ഗ രി സ സ രി ഗ മ രി ഗ മ പ സ രി ഗ മ പ ധ നി സ സ നി ധ പ നി ധ പ മ സ നി ധ പ മ ഗ രി സ. ഇനി ഒന്ന് താളം പിടിച്ച് പാടാം. എല്ലാം 2ാം കാലത്തിനാണ്, അത് മറക്കരുത്. ഒരടിക്ക് 2 സ്വരം വീതം. നമ്മളത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ അടുത്ത കാലങ്ങൾ വീണ്ടും പാടുന്ന 3-4 കാലങ്ങൾ നമ്മൾ പാടിത്തരും.
പക്ഷെ ഇപ്പം നമ്മളെല്ലാം പഠിക്കുന്നത് രണ്ടാം കാലത്തിലാണ്. താളം പിടിച്ച് പാടാം. സരി ഗ മ രി ഗ മ പ സരി ഗ മ പ ധ നി സ സാ നി ധ പ നി ധ പ മ സാ നി ധ പ മ ഗ രി സ. ഒന്നുകൂടി. സ രി ഗ മ രി ഗ മ പ സ രി ഗ മ പ ധ നി സ സാ നി ധ പ നി ധ പ മ സാ നി ധ പ മ ഗ രി സ. അടുത്തത് പത്താമത്തത് ഒന്ന് എഴുതിക്കോളൂ. സ രി ഗ മ സ മ ഗ രി. 8 സ്വരം. സ രി ഗ മ പ ധ നി സ. ആരോഹണം അവരോഹണം. സ നി ധ പ സ പ മുകളത്തെ സ സ പ ധ നി സ നി ധ പ മ ഗ രി സ. സരിഗമ സമഗരി സരിഗമ പദനി സ സനി ദ പ സ പധനി സനി ദ പ മഗരി സ. സരിഗമ മുകളിലേക്ക് വീണ്ടും താഴത്തെ സായിലേക്ക് വന്നിട്ട് സായിന്ന് മ. അതൊരു ജമ്പിങ് നോട്ട് പോലെയാണ് വരിക. രീയും ഗായും വിട്ടിട്ട് സ മ. സായിന്ന് നേരെ മായിലേക്ക് നമ്മളൊരു ചാട്ടമാണ്. സ മ. അവരെ സ പ സ നി ദ നി ദ 2 നോട്ട് വിട്ടിട്ട് സായിന്ന് നേരെ പായിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യാണ്. സ പ സ മ. സായിന്ന് മായിലേക്ക് സ പ. അതാണ് പത്താമത്തത്. ഒന്ന് പാടാം. സ രി ഗ മ സ മ ഗ രി സ രി ഗ മ പ ധ നി സ സാ നി ധ പ സ പ ധ നി സ നി ധ പ മ ഗ രി സ. ഒന്നുകൂടി. സ രി ഗ മ സ മ ഗ രി സ രി ഗ മ പ ധ നി സ സാ നി ധ പ സ പ ധ നി സാ നി ധ പ മ ഗ രി സ. താളോടിച്ച് പാടാം. സ രി ഗ മ സ മ ഗ രി സ രി ഗ മ പ ധ നി സ സാ നി ധ പ സ പ ധ നി സാ നി ധ പ മ ഗ രി സ. സ രി ഗ മ സ മ ഗ രി സ രി ഗ മ പ ധ നി സ സാ നി ധ പ
സാ പ ധ നി സാ നി ധ പ മ ഗ രി സാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ 7 മുതൽ 10 വരെ, 7, 8, 9, 10. അപ്പോൾ സരണി വരിസകൾ 1 മുതൽ 10 വരെ നമ്മൾ പറഞ്ഞ് പാടിക്കഴിഞ്ഞു, അതിൻ്റെ താളവും പറഞ്ഞു കഴിഞ്ഞു. അത്രയും കൃത്യമായി നോട്ട് എഴുതി വെച്ച് താളമടിച്ച് ശ്രുതിയിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത്, ഇനി വരുന്നതെല്ലാം ഇതിനേക്കാൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരുന്നതാണ്, കുറച്ച് ടഫായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് പഠിക്കുന്നവർ, ഇത് ഫോളോ ചെയ്യുന്നവർ കൃത്യമായും ഈ 10 നല്ല വൃത്തിയായിട്ട് എല്ലാ ദിവസവും 1.5 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി, മ്യൂസിക്കിന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത് റെഡിയായിരുന്ന അടുത്ത ക്ലാസ്സിൽ നമുക്കതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. മാക്സിമം പറ്റുന്നവരെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.